നമ്മളിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കാവുമ്പറത്ത് MK നഴ്സറിയിലാണ്. നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഒരുപാട് ചെടികളെ കുറിച്ചാണ്. ചെടികൾ മാത്രമല്ല, ഒരുപാട് പക്ഷികളുണ്ട്, ഫിഷ് ഐറ്റംസും ഉണ്ട്. നമ്മളെ MK ഗാർഡനില് തൈകൾ മാത്രല്ല കേട്ടാ, കണ്ടോളി, കിളികളുണ്ട്, നല്ല ഭംഗിയുള്ള കിളികൾ, പല കളേഴ്സിലും നല്ല വൃത്തിയുള്ള കിളികളുണ്ട് കേട്ടാ. ആവശ്യക്കാർക്ക് ഇത് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഡെലിവറിയും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുള്ള കിളികളുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടെ കിളികൾ മാത്രല്ല, തൈകളും മാത്രല്ല, ഇവിടെ ഫിഷും ഉണ്ട്. നമ്മള് വൈറ്റ് ലോഗന്റെ തൈകളാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് വൈറ്റ് ലോഗൻ. ഇതിൽ കുരു കുറവായിരിക്കും, നല്ല ടേസ്റ്റിലാണ് വൈറ്റ് ലോഗൻ. വൈറ്റ് ലോഗൻ അല്ലേ? അത് വൈറ്റ് ലോഗനാണ്. കുരു ഉണ്ടാവില്ല, കുരു കുറച്ച് കുറവായിരിക്കും. കുരു മറ്റുള്ള അപേക്ഷിച്ച് മറ്റേ ലോഗനെക്കാട്ടി കുരു കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് വൈറ്റ് ലോഗന്റെ കുറച്ചും വലിപ്പമുള്ള തൈയാണ്. ഇത് അതിന്റെ റെഡ് ചെറിയ തൈ, റെഡ് ലോഗൻ. ഇത് പിന്നെ അതിന്റെ കുറച്ചുകൂടി വലിപ്പമുള്ള വലിയ കവറൊക്കെ മാറ്റിയ വലിയ തൈകളാണ്. റെഡിന്റെ വലുത്. അതുപോലെ തന്നെ ഇത് 4 സീസൺ ആണ്. 4 സീസൺ നമ്മള് വിചാരിക്കാൻ 4 തവണ ഉണ്ടാവുക എന്നാണ്. പക്ഷെ ഈ 4 സീസൺ പറയുമ്പോൾ 2 പ്രാവശ്യമാണ് ഇത് പരമാവധി ഉണ്ടാവുള്ളൂ. 2 പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അത് ഏത് 4 സീസണിന്റെ സാധനങ്ങൾ അതിനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ എന്നും ഏകദേശം കായ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 പ്രാവശ്യം ഉണ്ടാവുള്ളൂ അല്ലെ? 2 പ്രാവശ്യം കായ ഉണ്ടാകാൻ സമയം ഉണ്ടാവുള്ളൂ. അത് ഒരു കായ ഉണ്ടായത് മൂത്ത് പഴുത്ത് ഉണ്ടാവണമെങ്കിൽ ഇത്ര മാസം വരും, ഒരു 3-4 മാസം വരും, അങ്ങനെ ടൈം എടുക്കും. അപ്പൊ 4 സീസൺ ആയിട്ട് കായ്ക്കാൻ ടൈം കിട്ടുന്നില്ല. അതെ, 4 സീസൺ നമ്മള് അതാണ് അത് 4 സീസൺ. ഇത് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്, നിറയെ കായ ഉള്ളത് കണ്ടില്ലേ? ഇതാണ് ക്രിസ്റ്റൽ, ലോഗന്റെ ക്രിസ്റ്റലാണ്. ഇതൊക്കെ നല്ല റേഞ്ച് വരും. ഇതിന് സമയം എത്ര എടുക്കും വലിപ്പൊക്കെ ആവാൻ? ഒന്ന് കായ വലിപ്പാക്കാൻ ഒരു 2 മാസം കൂടി ടൈം എടുക്കും അല്ലേ? നല്ല കായകൾ. ഇതിന്റെ റേറ്റ് ഒന്ന് പറയുമോ? ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ നമുക്കൊരു 8,500 വരെ ആള് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. 8,500 പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ എത്ര രൂപ കിട്ടിയാ? 10 രൂപ ചോദിച്ചിട്ട് നിൽക്കുക. 10 റുപ്യ കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇത് വലിയ ചട്ടിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ വില. അപ്പൊ ഇതിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല? ഇതിന് ഡിസ്കൗണ്ട് പിന്നെ അത്യാവശ്യക്കാർ വരികയാണെങ്കിൽ നമ്മൾ ചെറിയ ഡിസ്കൗണ്ടിൽ കൊടുക്കും, ചെയ്ത് കൊടുക്കും അല്ലേ? അതെ. ഇതും അതുപോലെ തന്നെ ഇതിന് ബൂട്ടാണ്. ഇത് ബ്ലാക്കിന്റെ ഇതിൽ വന്നാണ്. ബ്ലാക്ക് പക്ഷെ എനിക്ക് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ട് തന്നാണ്. ഇത് കായ ഉണ്ടായിരുന്നു, പൂവ് ശരിക്കും പിടിക്കാത്തതുകൊണ്ട് പൂവ് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇപ്പൊ 2ാമത് വരികയാണ്. ഇതും റെഡ് ഐറ്റത്തിൽ പെട്ടാണ്. ഇത് റെഡിൽ പെട്ടാണ്. അതെ. ഇത് അതേമാതിരി ഇത് വൈറ്റിൽ പെട്ടാണ്. ഇതാ ഈ നിൽക്കണ ഇതൊക്കെ വലിയ ചെടിയായാലും ഇതൊക്കെ വൈറ്റിലോ അല്ലേ? വൈറ്റിലോ. ഇതൊക്കെ എന്താ വില? അത് പിന്നെ ഇപ്പോഴത്തെ അതിന്റെ വില വരുന്നത് 2,500. 2,500 രൂപ. എന്തായാലും ഇനി കായ്ക്കാൻ എത്ര സമയം ഒരു പിന്നെ ഏകദേശം 1 വർഷം കഴിയണം. 1 വർഷം കഴിയണം. നല്ലോണം നോക്കി കഴിഞ്ഞാൽ 1 വർഷം ഒന്നും വേണ്ട അല്ലെ? 1 വർഷത്തിനുള്ളിൽ കായായിട്ട് വരും. അതെ. പിന്നെ ഇതിന്റെ 4 സീസൺ തന്നെ നമ്മുടെ വീട്ടിൽ കായ്ച്ചുണ്ട്. ഒരു വലിയ തൈ 5 അടിയൊക്കെ തൈ ഉണ്ട് അല്ലെ? 4 സീസൺ കായ്ച്ചതുണ്ട് വീട്ടിലുണ്ട് അല്ലെ? അതെ. അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞ അവിടെ നേരത്തെ കാണിച്ചില്ല, മിയാസാക്കിയുടെ വലിയ മാങ്ങ ഉണ്ടല്ലോ, അതിന്റെ ചട്ടിയിലാക്കുന്നുണ്ടല്ലോ, വലിയ ഫിഷായ തൈകളാണ്. പക്ഷെ അത്യാവശ്യം വലുപ്പമുണ്ട്, തൈകളും വലുപ്പമുണ്ട്, കടവണ്ണൊക്കെ അത്യാവശ്യം. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അടി കൊടുക്കുന്ന പോട്ടി മിശ്രിതം അത് എത്രത്തോളം ക്ലിയർ ഉണ്ടോ അതിനനുസരിച്ച് തൈ നല്ല ഉഷാറായിട്ട് നല്ല ക്ലോത്ത് ഉണ്ടാവും. അതാണ് ഇതിന്റെ വ്യത്യാസം. കാണാനുണ്ടല്ലോ. നമ്മുടെ തൈകൾ നിങ്ങൾ ഏതെടുത്തു ഈ നഴ്സറിയിൽ നിങ്ങൾ എവിടെ പരിശോധിച്ചാലും ഒരു ചോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഇല പോലും നമുക്ക് ഇതിലൊന്നും കാണാൻ പറ്റില്ല. ശരിയാണ്. ഈ വളമൊക്കെ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? 5 കിലോത്തിന്റെ പാക്കറ്റിന് ഇതിന് വരുന്നത് 5 കിലോത്തിന് 150, 170 ആ റേഞ്ചിലാണ് ഇതിനൊക്കെ ഗാർഡൻ മിക്സ് വരുന്നത്. ഗാർഡൻ മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ? പിന്നെ അതുപോലെ വേപ്പ് മുണ്ണാക്കുണ്ട്. ഇത് വേപ്പ് മുണ്ണാക്കാണ്. ഇത് അതുപോലെ തന്നെ എല്ലുപൊടികളാണിത്. ഇതൊക്കെ നമ്മൾ പാക്കറ്റ് എടുക്കുമ്പോൾ ഒരു 50 രൂപക്കാണ് ഈ പാക്കറ്റൊക്കെ കൊടുക്കുന്നത്. കൂടുതൽ എടുക്കുന്നവർക്ക് നമ്മൾ വില കുറച്ചിട്ടാണ് ചെയ്യും. ഒന്നുകൂടി വില കുറച്ച് കൊടുക്കും അല്ലേ? ഒന്നുകൂടി വില കുറച്ച് കൊടുക്കും. ഈ 3 ഐറ്റം വളങ്ങളപ്പം എടുത്ത് സ്റ്റോക്ക് ഉള്ളത്? അതെ, അങ്ങനത്തെ ജൈവവളങ്ങളാണ് കൂടുതലുണ്ടായത്. പല കമ്പനിക്കാർക്കും പല ഐറ്റംസ് ഉണ്ടാവും. ചാണകപ്പൊടി ഉണ്ട്, ചാണകപ്പൊടിയൊക്കെ ഉണ്ട്. ചാണകപ്പൊടി ഉണ്ട്. അതുപോലെ തന്നെ അതും തന്നെ വളങ്ങളാണ്. ഇതൊക്കെ വളങ്ങളല്ലേ? അതൊക്കെ ഓരോ ഐറ്റംസ് വളങ്ങളാണ്. വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഇവിടെ തന്നെ ഇങ്ങനെ കുറഞ്ഞ സ്ഥലം ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളതാണ്.